ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായി മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു മുട്ട വെച്ചിട്ടുള്ള കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ. മുട്ടയുടെ അളവൊക്കെ കൂട്ടി കറി കൂടുതൽ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസാലയിലൊക്കെ വ്യത്യാസം വരുത്തുക, അതായത് ഉള്ളിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക. എരിവിന് ആവശ്യമായിട്ട് ഒരു 4 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവ് വേണ്ടതിന് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കണം, കാരണം മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി അത്യാവശ്യം വഴന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് മസാലപ്പൊടികളൊന്നും ഇനി ചേർക്കുന്നില്ല. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂണ് വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 നുള്ളു ചെറിയ ജീരകം ഒരുപാട് വേണ്ട. ഒരു 4-5 ചെറിയുള്ളി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ അളവ് കുറയ്ക്കണം എന്നുള്ളവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ഒരുപാട് എടുക്കുന്നില്ല, കാരണം കറിക്ക് ഒരു നല്ല ചുവന്ന കളറല്ല, ചെറിയൊരു യെല്ലോയിഷ് റെഡ് കളറാണ് വരുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഉള്ളി തക്കാളി വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം ഇതിലേക്കൊരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ചൂടായിട്ടുള്ള വെള്ളം ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2-3 മുട്ടയൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം മസാലപ്പൊടികളിൽ വ്യത്യാസം വരുത്തണം. കാരണം മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഗ്രേവി പെട്ടെന്ന് തന്നെ തിക്കാവും. ഈ സമയത്ത് ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഒരു ഗ്രേവി ഒന്നങ്ങ് തിളച്ച് വരട്ടെ. തേങ്ങയൊക്കെ ചേർത്തല്ലേ, തിളച്ച് വന്നതിന് ശേഷമാണ് മുട്ട ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഈ ഒരു തിക്നെസ്സിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ മുട്ട ഒഴിക്കുന്ന സമയത്ത് നല്ല കട്ടിയാവും കേട്ടോ. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒരുപാട് വെള്ളം ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സമയത്ത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മുട്ട അത്യാവശ്യം വലിയൊരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രേവിക്ക് ഇത് കറക്റ്റ് തന്നെയായിരിക്കും. ആ മുട്ട മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 2 മുട്ടയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഇതുപോലെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് അടുത്തൊഴിക്കുന്ന മുട്ട ഒരുപാട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുത്താലും മതിയാകും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 മുട്ടയൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ കുത്തി ഉടച്ച് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് കറി ഭയങ്കരമായിട്ട് തിക്കായി പോവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ ഒരു മുട്ട മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് 1-2 മുട്ട ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ കറക്റ്റ് നല്ലൊരു തിക്നെസ്സിൽ കിട്ടും. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 1-2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ തന്നെ കറി റെഡിയാകും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയല്ലേ. ഉള്ളി തക്കാളി വഴന്ന് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചിരവി മസാലപ്പൊടികൾ ചേർത്ത് അരച്ച് ഇതിലേക്ക് ഒഴിച്ച് മുട്ട പൊട്ടിച്ച് വെച്ചാൽ കറി റെഡിയാവും. ശരിക്കും ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പം, ഇടിയപ്പം, അതുപോലെ തന്നെ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്ന നെയ്പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയായത്. ലാസ്റ്റ് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നിർബന്ധമല്ല, കാരണം ആദ്യം കടുക് പൊട്ടിച്ചുണ്ടാക്കിയതാണ്. എന്നാലും ലാസ്റ്റ് ചെറിയൊരു ടേസ്റ്റിന് വേണമെങ്കിൽ മാത്രം. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ സമയം ഇല്ലയെന്നൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടൊക്കെ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ വീട്ടിലിപ്പോൾ എല്ലാവർക്കും വേണ്ട മുട്ട അളവ് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണിത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ചില ആളുകൾക്കെങ്കിലും അറിയാത്തവരുണ്ടാവാം. കാരണം ഞാനന്ന് നെയ്പത്തിരിയുടെ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്